ഒന്ന് സന്തോഷമായോ? സന്തോഷമായോ? ഈ ഒരു തിരിച്ചറിവിന് സന്തോഷമായോ? എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റ് ഉണ്ടെന്ന്. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം എന്താണ് കരിസ്മാറ്റിക് എന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് നിങ്ങളെ കരിസ്മാറ്റിക് എന്ന് വിളിക്കുന്നത് മനസ്സിലായി. ബിക്കോസ് when the Holy Spirit comes to you, you have his gift. So you are a charismatic. അപ്പോൾ ആദ്യം നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് ആരാണ് ഹോളി സ്പിരിറ്റ് എന്ന. ആരാ ഹോളി സ്പിരിറ്റ്? ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എനിക്ക് ചിലരൊക്കെ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഐ വാണ്ട് ഇറ്റ്, എനിക്കത് വേണം, എനിക്കത് വേണം. അതല്ല ഹോളി സ്പിരിറ്റ്. ഇറ്റ് എന്ന് പറഞ്ഞ സാധനങ്ങളെ പറയുന്നേ അല്ലേ? ഇറ്റ് എന്ന് പറഞ്ഞ ഗ്രാമർ പഠിക്കാൻ നമുക്കറിയാം. അത് ഇത് എന്നൊക്കെ പറയുന്ന ഓരോ സാധനങ്ങളെ പറയുന്നേ. ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് എ സാധനം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഹി ഈസ് എ പേഴ്സൺ. ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. ബൈബിള് പറയുന്നു, ഹി ഈസ് നോട്ട് സംതിങ് ബട്ട് ഹി ഈസ് സംവൺ. ഹി ഈസ് നോട്ട് സംതിങ്, ഹി ഈസ് സംവൺ. ഹി ഈസ് ഗോഡ്. പലപ്പോഴും നമുക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു കാര്യമാണ് ഈ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ, ത്രിത്വം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു വെക്കാമെങ്കിൽ, വൺ ഗോഡ് എക്സ്പ്രസസ് ത്രൂ 3 പേഴ്സൺ. ഒരു ദൈവം 3 പേരിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നു, കാണിക്കുന്നു എന്നതാണ് ട്രിനിറ്റി എന്ന് പറയുക. അത് വലിയ സബ്ജക്റ്റ് ആണ് കേട്ടോ. ഈ 3 പേരിൽ ഒരാളാണ് പരിശുദ്ധാത്മാവ്. ഈ 3 പേരിൽ ഒരാളാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഈശോ ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ പറയുന്നത്, ഞാൻ പോയില്ലെങ്കിൽ. കാരണം ഈശോ മനുഷ്യ ജഡം സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിയാ. ഹി ഈസ് ലൈക്ക് നമ്മളെ പോലെയാ. ഞാൻ ഇവിടെ ആണെങ്കിൽ ഞാൻ ഇവിടെ, ഞാൻ അവിടെ ആണെങ്കിൽ ഞാൻ അവിടെ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ മുഴുവൻ നിറഞ്ഞ് എവിടെയും കാണാൻ പറ്റും, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആള്. ഇങ്ങനെ ഒരാള് വരണമെങ്കിൽ ഞാൻ പോകണം. ഈശോ പറഞ്ഞു, ഞാൻ പോയെങ്കിലേ വരത്തുള്ളൂ. ഈശോ പോയി, പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ കടന്നു വന്നു.